വാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യുപിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളവും നവീകരിച്ച റെയിൽവേ സ്റ്റേഷനും നാടിന് സമർപ്പിക്കും. കേന്ദ്ര പദ്ധതികളുടെ പ്രയോജനം എല്ലാവരിലും എത്തിക്കുന്നതിന് ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര സഹമന്ത്രി ഭഗവന്ത് ഖൂബ. തൃശൂർ പൂരം ഇപ്പോഴത്തെ ധാരണപ്രകാരം തന്നെ നടത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 91ാം ശിവഗിരി തീർത്ഥാടന സമ്മേളനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. 3 ദിവസത്തെ ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റ് സമാപിച്ചു. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ രണ്ടാംഘട്ട മത്സരങ്ങൾ ഇന്ന് കണ്ണൂരിൽ ആരംഭിക്കും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശിൽ അയോധ്യാധാം മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യും. അയോധ്യാധാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്ത നവീകരിച്ച അയോധ്യ റെയിൽവേ സ്റ്റേഷനും അദ്ദേഹം നാടിന് സമർപ്പിക്കും. അയോധ്യയിലെ ശ്രീരാമ മന്ദിരത്തിന്റെ ശില്പമാതൃകയിലാണ് റെയിൽവേ സ്റ്റേഷൻ 240 കോടി രൂപ ചെലവിൽ നവീകരിച്ചത്. ഓരോ ദിവസവും 1 ലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്യാൻ ആവശ്യമായ സൌകര്യങ്ങൾ സ്റ്റേഷനിൽ ഒരുക്കിയിട്ടുണ്ട്. അമൃത് ഭാരത് എക്സ്പ്രസ് എന്ന 2 അതിവേഗ യാത്രാ ട്രെയിനുകൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. പുഷ് പുൾ ട്രെയിനുകളാണ് പുതുതായി അവതരിപ്പിക്കുന്ന അമൃത് ഭാരത് എക്സ്പ്രസുകൾ. ഇതിനു പുറമെ 6 വന്ദേഭാരത് ട്രെയിനുകളുടെ യാത്രയ്ക്കും അദ്ദേഹം തുടക്കമിടും. 2300 പരം കോടി രൂപയുടെ റെയിൽവേ പദ്ധതികളും അദ്ദേഹം രാജ്യത്തിന് സമർപ്പിക്കും. ഉത്തർപ്രദേശിൽ 15,700 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും നരേന്ദ്രമോദി തുടക്കം കുറിക്കും. യുവാക്കൾക്ക് തൊഴിൽ നൽകുകയെന്നതാണ് ഗവൺമെന്റിന്റെ പ്രഥമ പരിഗണനയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാജ്യത്ത് അടിസ്ഥാന സൌകര്യ വികസനം മുമ്പ് എങ്ങുമില്ലാത്ത വേഗത്തിലാണ് നടക്കുന്നതെന്നും എല്ലാ മേഖലകളും 10 വർഷം മുൻപത്തേതിനേക്കാൾ മികച്ച രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും ഒരു വാർത്താ മാഗസിന് നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. കനത്ത പ്രതിബന്ധങ്ങളും ആഗോള പ്രതിസന്ധികളും ഉണ്ടായിരുന്നിട്ടും പണപ്പെരുപ്പം നിയന്ത്രണത്തിലാക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞതായും പ്രധാനമന്ത്രി പറഞ്ഞു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ സ്വാഭാവിക തെരഞ്ഞെടുപ്പായിരിക്കും ബിജെപി എന്നും രാജ്യത്തിന് ഒരു കൂട്ടുകക്ഷി ഗവൺമെന്റ് ആവശ്യമില്ലെന്ന കാര്യത്തിൽ ജനങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്ര പദ്ധതികളുടെ പ്രയോജനം എല്ലാവരിലും എത്തിക്കുന്നതിന് ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര സഹമന്ത്രി ഭഗവന്ത് ഖൂബ പറഞ്ഞു. തൃശൂർ, മറ്റത്തൂർ, നെന്മണിക്കര പഞ്ചായത്തുകളിൽ വികസിത് ഭാരത് സങ്കൽപ് യാത്രാ പരിപാടികളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു കേന്ദ്ര സഹമന്ത്രി. എല്ലാവർക്കും ഒപ്പം എല്ലാവരുടെയും വികസനം എന്നതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ആപ്തവാക്യമെന്നും ഖുബ പറഞ്ഞു. വികസിത് ഭാരത് സങ്കൽപ് യാത്ര സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ തുടരുകയാണ്. ഡെസ്ക് റിപ്പോർട്ട്. കോഴിക്കോട് ജില്ലയിൽ 50 ഗ്രാമപഞ്ചായത്തുകളിൽ വികസിത് ഭാരത് സങ്കൽപ് യാത്ര പര്യടനം പൂർത്തിയാക്കി. ഇന്ന് രാവിലെ ഏറാമല ഗ്രാമപഞ്ചായത്തിലും ഉച്ചയ്ക്ക് ഒഞ്ചിയം ഗ്രാമപഞ്ചായത്തിലും യാത്ര എത്തിച്ചേരും. കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസും ഡ്രോൺ പ്രദർശനവും വിവിധയിടങ്ങളിൽ നടന്നു. കൊല്ലം ജില്ലയിലെ ചവറ ബ്ലോക്ക് പഞ്ചായത്തിൽ തേവലക്കര, പന്മന പഞ്ചായത്തുകളിലാണ് ഇന്നത്തെ ജനസമ്പർക്ക പരിപാടി. ഇടുക്കി ദേവികുളത്ത് ഇന്ന് വികസിത് ഭാരത് സങ്കൽപ് യാത്ര എത്തും. ഇന്നലെ മൂന്നാർ ഗ്രാമപഞ്ചായത്തിലായിരുന്നു പരിപാടി. വികസിത് ഭാരത് സങ്കൽപ് യാത്ര ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ചിങ്ങോലി, ചേപ്പാട് ഗ്രാമപഞ്ചായത്തുകളിൽ എത്തിച്ചേരും. പാലക്കാട് ജില്ലയിൽ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ യാത്ര പര്യടനം പൂർത്തിയാക്കി. കണ്ണൂർ തില്ലങ്കേരി ആലയാട്ടെ രേഷ്മ LPG കണക്ഷൻ ഇല്ലാത്തതിനാൽ വിറക് വില കൊടുത്ത് വാങ്ങിയാണ് പാചകം ചെയ്തിരുന്നത്. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയിലൂടെ സൌജന്യ LPG കണക്ഷൻ ലഭിച്ചതോടെ അവർ ഏറെ ആഹ്ലാദത്തിലാണ്. രേഷ്മ ആകാശവാണിയോട്. ഇത്രനാള് വിറക് കത്തിച്ചാണ് കഴിഞ്ഞിരുന്നത്. വിറക് പൈസ കൊടുത്ത് ഇറക്കിയിട്ടാണ് എടുക്കല്. കാരണം അടുത്തൊന്നും അങ്ങനെ എല്ലാം അടുത്തടുത്ത് വീടായതുകൊണ്ട് പറമ്പോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് പൈസ കൊടുത്തിട്ടാണ് വിറക് ഇറക്കിയത്. 2,500-3,000 രൂപ കൊടുത്തിട്ടാണ് ഒരു മാസത്തേക്ക് വിറക് ഇറക്കുന്നത്. ഞാനും എന്റെ ഭർത്താവും 2 കുട്ടികളും അടങ്ങുന്നതാണ് കുടുംബം. ഇപ്പോ ഗ്യാസ് കണക്ഷൻ ഫ്രീ ആയിട്ടാണ് കിട്ടിയിരുന്നത്. തൃശൂർ പൂരം ഇപ്പോഴത്തെ ധാരണപ്രകാരം തന്നെ നടത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു. മറ്റു കാര്യങ്ങൾ പൂരത്തിന് ശേഷം ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. പൂരം നടത്തിപ്പിലെ പ്രദർശന വാടക നിശ്ചയിക്കൽ പ്രശ്നത്തിൽ ഇന്നലെ വൈകിട്ട് വിളിച്ച ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികൾ സ്വാഗതം ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡും പൂരപങ്കാളികളായ ദേവസ്വങ്ങളും ഇപ്പോഴത്തെ ധാരണപ്രകാരം തന്നെ പൂരം ഭംഗിയായി നടത്തണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഇതിൽ വിവാദങ്ങൾ പാടില്ല. മന്ത്രിമാരായ കെ രാധാകൃഷ്ണൻ, കെ രാജൻ, ഡോക്ടർ ആർ ബിന്ദു, TN പ്രതാപൻ MP, P ബാലചന്ദ്രൻ MLA തുടങ്ങിയവരും മുതിർന്ന ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു. 91ാം ശിവഗിരി തീർത്ഥാടന സമ്മേളനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. പുലർച്ചെ 4:30 മുതൽ ശിവഗിരിയിലെ പർണശാലയിൽ ശാന്തിഹവനം, ശാരദാമഠത്തിൽ വിശേഷാൽ പൂജ, മഹാസമാധിപീഠത്തിൽ വിശേഷാൽ ഗുരുപൂജ എന്നിവ ഉണ്ടായിരിക്കും.
ആലുവ അദ്വൈതാശ്രമം സർവ്വമത സമ്മേളന ശതാബ്ദി വൈക്കം സത്യഗ്രഹ ശതാബ്ദി തുടങ്ങിയവയുടെ പശ്ചാത്തലത്തിലാണ് ഇത്തവണത്തെ തീർത്ഥാടനം. വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പ്രയാണവും പദയാത്രയും ഇന്ന് ശിവഗിരിയിലെത്തും. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പതാക ഉയർത്തും. അടുത്ത മാസം 10-ന് ശിവഗിരി തീർത്ഥാടന മഹാസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പത്തനംതിട്ടയിൽ ഇന്ന് എൻഡിഎയുടെ ക്രിസ്മസ് സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്യും. മുനിസിപ്പൽ ഓഡിറ്റോറിയത്തിൽ രാവിലെയാണ് പരിപാടി. നീരേറ്റുപുറം പമ്പ വാട്ടർ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് പമ്പ ജലോത്സവവും മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പുതുവർഷത്തെ വരവേൽക്കുന്നതിനായി എറണാകുളം മറൈൻ ഡ്രൈവിലും പരിസരത്തും ഒരുക്കിയ അലങ്കാര ദീപങ്ങളുടെ ദൃശ്യവിരുന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. ഇലുമിനേറ്റിംഗ് ജോയ് സ്പ്രെഡിംഗ് ഹാർമണി എന്ന ആശയത്തിലൂന്നിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. അടുത്ത മാസം 5 വരെ തുടരും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. 3 ദിവസത്തെ ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റ് ഇന്നലെ സമാപിച്ചു. വിദേശ രാജ്യങ്ങളുടെ മാതൃകയിൽ പാലങ്ങൾ ദീപാലംകൃതമാക്കുന്ന പദ്ധതിയുടെ തുടക്കം ഫറോക്ക് പഴയ പാലത്തിൽ നിന്നായിരിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സമാപന ചടങ്ങിൽ അറിയിച്ചു. കേരള ജനതയ്ക്ക് പുതുവത്സര സമ്മാനമായിരിക്കും അലങ്കൃതമായ ഫറോക്ക് പാലമെന്നും മന്ത്രി പറഞ്ഞു. ജനുവരി 14-ന് ഇത് നാടിന് സമർപ്പിക്കും. ഡെസ്ക് റിപ്പോർട്ട്. ബേപ്പൂർ ഫെസ്റ്റ് സമാപന ദിവസം വാട്ടർ സ്പോർട്സ് മത്സരങ്ങളും ജലകായിക പ്രദർശനങ്ങളും ഒരുക്കിയിരുന്നു. ചുരുളൻ വള്ളങ്ങളുടെയും ഫൈബർ വള്ളങ്ങളുടെയും മത്സരം പ്രധാന ആകർഷണമായി. സമഗ്ര ശിക്ഷ കോഴിക്കോടിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാരായ 30 കുട്ടികളും രക്ഷിതാക്കളും വാട്ടർ ഫെസ്റ്റ് കാണാനെത്തിയിരുന്നു. സമാപനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ദീപാലങ്കൃത ജലഘോഷയാത്ര ബേപ്പൂരിൽ നിന്നാരംഭിച്ച് ബേപ്പൂർ തുറമുഖം വഴി പുലിമുട്ടിലെത്തി. നാവികസേനയുടെ ആര്യമൻ കപ്പലും ദീപാലങ്കാരത്തോടെ ചാലിയാറിൽ പ്രദർശനം നടത്തി. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിവൽ 3ാം സീസൺ മികച്ച രീതിയിൽ റിപ്പോർട്ട് ചെയ്ത മാധ്യമ സ്ഥാപനങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അവാർഡുകൾ വിതരണം ചെയ്തു. ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗത്തിനാണ് ശ്രവ്യമാധ്യമ വിഭാഗത്തിൽ അവാർഡ് ലഭിച്ചത്. സമ്മാനത്തുകയും ഉപഹാരവും അടങ്ങിയ 9 മാധ്യമ പുരസ്കാരങ്ങളാണ് വിതരണം ചെയ്തത്. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോളിന്റെ 2ാംഘട്ട മത്സരങ്ങൾ ഇന്ന് കണ്ണൂരിൽ ആരംഭിക്കും. കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾക്ക് തുടക്കമാകുന്നത്. മലപ്പുറത്ത് നടന്ന 1ാംഘട്ട മത്സരങ്ങൾക്ക് ശേഷമാണ് 2ാംഘട്ട പോരാട്ടത്തിന് കണ്ണൂർ സ്റ്റേഡിയം വേദിയാകുന്നത്. ജനുവരി 24 വരെ നീളുന്ന മത്സരത്തിൽ കേരള പോലീസ്, കെഎസ്ഇബി, കോവളം എഫ്സി, കേരള ബ്ലാസ്റ്റേഴ്സ്, എഫ്സി കേരള, ഗോകുലം കേരള തുടങ്ങി 20 ടീമുകളാണ് മത്സരിക്കുന്നത്. വൈകുന്നേരം 4 മണിക്കും 7 മണിക്കുമായി 2 മത്സരങ്ങൾ ഓരോ ദിവസവും ഉണ്ടാകും. ആദ്യ കളിയിൽ ഇന്ന് ഗോകുലം കേരള എഫ്സി കേരളയുമായി ഏറ്റുമുട്ടും. മറ്റൊരു മത്സരത്തിൽ ലിഫ കേരള ബ്ലാസ്റ്റേഴ്സുമായി മത്സരിക്കും. വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1:30ക്കാണ് മത്സരം. ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ടിരുന്നു. ഐഎസ്എൽ ഫുട്ബോളിൽ ജംഷഡ്പൂരിനെതിരെ ഒഡീഷ എഫ്സിക്ക് വിജയം. ഭുവനേശ്വറിൽ 1-നെതിരെ 4 ഗോളിനാണ് അവർ ജംഷഡ്പൂരിനെ പരാജയപ്പെടുത്തിയത്. മറ്റൊരു മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, ഗോവ ടീമുകൾ ഓരോ ഗോളടിച്ച് സമനിലയിൽ പിരിഞ്ഞു. ഈ വർഷത്തെ മകരവിളക്ക് മഹോത്സവത്തിന് ശബരിമലയിൽ വൈകിട്ട് 5-ന് നട തുറക്കും. ജനുവരി 15-നാണ് മകരവിളക്ക്. അന്ന് പുലർച്ചെ 2:46-നാണ് മകരസംക്രമ പൂജ. മകരവിളക്ക് പൂജകൾ പൂർത്തിയാക്കി ജനുവരി 21-ന് നടയടയ്ക്കും. ശബരിമല ദർശനത്തിനെത്തുന്നവർ ഇരുമുടിക്കെട്ടിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര് ഭക്തരോട് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ ടൂറിസം മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്നതിനായി ആവിഷ്കരിച്ച ഹെലി ടൂറിസം പദ്ധതിക്ക് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വൈകിട്ട് കൊച്ചി വിമാനത്താവളത്തിൽ തുടക്കം കുറിക്കും. വിനോദസഞ്ചാരികൾക്ക് ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് എളുപ്പമെത്താനും ആകാശക്കാഴ്ചകൾ ആസ്വദിക്കാനും പദ്ധതി സഹായിക്കും. ഒറ്റ ദിവസം കൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെ മനോഹരമായ ഭൂപ്രകൃതി വൈവിധ്യം ആസ്വദിക്കാൻ അവസരമൊരുക്കുന്നതാണ് പദ്ധതി. കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ വാർഷിക ജനറൽ ബോഡി യോഗം നാളെ ചെറുവണ്ണൂർ ഹൈസ്കൂളിൽ നടത്തും. രാവിലെ 10-ന് ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയുടെ രജിസ്ട്രേഷൻ 9:30-ക്ക് ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യുപിയിലെ അയോധ്യാധാം അന്താരാഷ്ട്ര വിമാനത്താവളവും നവീകരിച്ച റെയിൽവേ സ്റ്റേഷനും നാടിന് സമർപ്പിക്കും. കേന്ദ്ര പദ്ധതികളുടെ പ്രയോജനം എല്ലാവരിലും എത്തിക്കുന്നതിന് ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര സഹമന്ത്രി ഭഗവന്ത് ഖൂബ. തൃശൂർ പൂരം ഇപ്പോഴത്തെ ധാരണപ്രകാരം തന്നെ നടത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 91ാം ശിവഗിരി തീർത്ഥാടന സമ്മേളനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. 3 ദിവസത്തെ ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റ് സമാപിച്ചു. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ 2ാംഘട്ട മത്സരങ്ങൾ ഇന്ന് കണ്ണൂരിൽ ആരംഭിക്കും.